കൂട്ടുകാർക്കും സ്വാഗതം. ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ടീനേജ് കുട്ടികളുടെ രക്ഷിതാക്കൾ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇത് നേരത്തെ തന്നെ മുതിർന്ന അമ്മമാർക്കൊക്കെ അറിയാവുന്ന കാര്യമൊക്കെ ആയിരിക്കും. പക്ഷേ ഇതെനിക്കിപ്പോൾ പറയണമെന്ന് തോന്നി. കാരണം ആൻസുകുട്ടൻ ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക് പോകുകയാണ്, കടന്നിരിക്കുകയാണെന്ന് പറയാം. കാരണം കൗമാരമൊക്കെ കടന്ന് യൗവനത്തിലേക്കൊക്കെ പോകേണ്ടുന്നൊരു സമയം, അല്ലെങ്കിൽ ബാല്യം കടന്ന് കൗമാരത്തിലേക്കൊക്കെ അങ്ങ് കടക്കുന്ന സമയമാണ്. ഒരുപാട് ഹോർമോൺ വ്യത്യാസങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ മാറുന്ന സമയമാണ്. അപ്പം ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ധാരണ വളരെ തെറ്റായിരുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ പുലർത്തിയിരുന്ന ധാരണ വളരെ തെറ്റായിരുന്നു എന്നുള്ളൊരു അനുഭവം കൂടി എനിക്ക് അടുത്ത കാലത്ത് ഉണ്ടായി. അപ്പോൾ എന്താണെങ്കിലും ഇത് ആ ഒരു പ്രായത്തിലുള്ള ടീനേജ് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CBSE സ്കൂളുകൾ, അതായത് നന്നായിട്ട് ഫീസൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുത്തൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ, അതായത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ സംസാര രീതി, ഇരിക്കുന്ന രീതി, ഡിസിപ്ലിന്, ഇത് എല്ലാം കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്യുന്നതായിരിക്കും CBSE സ്കൂൾ എന്നുള്ള ഒരു ധാരണ. അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു മാറ്റമൊന്നുമില്ല. പിന്നെ സ്റ്റേറ്റ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലേക്ക് വന്നാൽ ഇതിലൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ, അതായത് ഇത്രയും കടുംപിടുത്തം ഉണ്ടാവില്ല, കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളും അവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളെയൊക്കെ സ്കൂളുകളിൽ കിട്ടുന്നില്ല, സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. അപ്പം എൻ്റെ ധാരണ ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് ഞാൻ ആൻസുകുട്ടനെ അങ്ങനെയുള്ള സ്കൂളിലൊക്കെ ആദ്യമൊക്കെ വിട്ട് പഠിപ്പിച്ചു, കുറച്ച് സ്റ്റാൻഡേർഡ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദൂരെ കൂടുതൽ, കാരണം നമ്മൾ സ്കൂൾ എന്താണെങ്കിലും മാറ്റം തന്നെയായിട്ടായിരുന്നത്. അത് ആൻസിനെ അടുത്ത സ്കൂളിലേക്ക് മാറ്റി. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളൊരു ധാരണ. എത്രയൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സ്കൂളിലേക്ക് വിട്ടാലും അവനവൻ ചിന്തിക്കണം, അവനവന് നല്ലതാവണോ ചീത്തയാവണോ എന്ന് അവനവൻ ചിന്തിക്കണം. അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് കിട്ടുന്നതോ നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നതോ ആയ ബാഡ് ഹാബിറ്റുകൾ, മോശപ്പെട്ട വാക്കുകൾ, മോശപ്പെട്ട സംസാര രീതിയൊക്കെ വീടിൻ്റെ അടുത്തു നിന്നുള്ള കുട്ടികളിൽ നിന്ന് കിട്ടിയാലും, എത്ര CBSEയിൽ എത്ര ഇംഗ്ലീഷ് പറയുന്ന സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിലും ഇതിലേക്ക് വഴുതി വീഴാനായിട്ട് വലിയ പാടൊന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിത് പറയാനായിട്ട് കാരണം, എന്നോട് ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ട് ഒരമ്മ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ ടൈമാണ്, വീടിനടുത്ത് ഒരുപാട് കൂട്ടുകാരുണ്ട്, കുട്ടി എപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർക്കൊരു സംശയമൊക്കെ തോന്നി. കുട്ടിയുടെ മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ, കാരണം അവരുടെ ജോലി തിരക്കുകൾ കൊണ്ട് അവർ ഇങ്ങനെ നടക്കുകയാണ്, അത് കുട്ടികളെ അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. അവർ മൊബൈലിൽ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ എപ്പോഴും മൊബൈലിൽ ഗെയിം കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പക്ഷേ കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കാനായിട്ടൊന്നും പറ്റാറില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ കുട്ടി ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല, അല്ലെങ്കിൽ അവൻ വേറെ മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്കൊന്നും പോവില്ല. ഒരു 10-14 വയസ്സുള്ള ഒരു കുട്ടി. അപ്പം അവൻ്റെ ആ ഒരു ടീനേജിലേക്ക് അവൻ കടക്കുവാണ്, ബാല്യത്തിൽ നിന്ന് അവൻ കൗമാരത്തിലേക്ക് കടക്കുവാണ്. അവൻ്റെ ഹോർമോണിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. കുട്ടിയായിട്ട് തന്നെ, കൊച്ചായിട്ട് തന്നെ കാണുന്നു, അതായത് കുഞ്ഞു മോനായിട്ടോ കുഞ്ഞു ആവയായിട്ടോ ഒക്കെ കാണുന്നു. പക്ഷെ ആ കുട്ടി അങ്ങ് മാറിയതൊന്നും ഈ അമ്മ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ വളർന്നത് ശ്രദ്ധിച്ചില്ല. അവൻ്റെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് നോക്കിയില്ല. അവൻ എന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്ന് മൊബൈലിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പോയില്ല. എല്ലാ അമ്മമാർക്കും ഒരു വിശ്വാസമുണ്ട്, തങ്ങളുടെ കുട്ടികളെ ഇപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണ്, അവരങ്ങനെ വേറെ ഒന്നിലേക്ക് പോവില്ലാന്ന്. ആ ഒരു വിശ്വാസം പ്രവർത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വിശ്വാസം അമ്മമാർ ഒരിക്കലും രക്ഷിക്കില്ല. കാരണം എത്രയൊക്കെ ആണെങ്കിലും അവനൊരു പക്വത എത്തും വരെ അവനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, അവനെ അല്ലെങ്കിൽ അവളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. യാദൃശ്ചികമായിട്ട് ആ അമ്മ ആ കുട്ടിയുടെ മൊബൈൽ എടുത്തിട്ട് ചെക്ക് ചെയ്യാനിടയായി, അവൻ്റെ ഗെയിമുകളൊക്കെ ചെക്ക് ചെയ്യാനിടയായി. അതിനകത്ത് അവന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുണ്ടെന്ന് മനസ്സിലായി, അവന് ഫേക്ക് അക്കൗണ്ടുകൾ അവൻ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി, അതിൽ നിന്ന് ചാറ്റുകൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൻ്റെ പ്രായത്തിലുള്ളവരോ അല്ലെങ്കിൽ അവനേക്കാൾ മുതിർന്നവരോ ആയിട്ടുള്ള കൂട്ടുകാരുമൊക്കെ ആയിട്ട് അവൻ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിൽ നിന്നും ഇങ്ങോട്ട് വന്ന ഒരു ചാറ്റ് അമ്മ എന്നോട് പറയുകയുണ്ടായി.
ഒരു CBSE സ്കൂളിൽ പഠിക്കുന്ന, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന, മലയാളം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ പോലും ഈടാക്കുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്നും ഈ കുട്ടിയിലേക്ക് എത്തിയിരിക്കുന്ന മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോയെന്നും പറഞ്ഞ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് കാണിക്കാനിടയായി. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ടാകാം മംഗ്ലീഷിലാണ് തെറിവിളി മുഴുവൻ വന്നിരിക്കുന്നത്. തെറിവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഇത് എന്തൊക്കെ വേർഡുകളാണപ്പാ ഈ പിള്ളേർ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ആ അമ്മ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. തൻ്റെ മകൻ ഇത്രത്തോളം വളർന്നോ? ഞാനിപ്പോഴും കുഞ്ഞുവാവയായിട്ട് കണ്ടുകൊണ്ടിരുന്ന, കുഞ്ഞുവാവ എന്ന് പറഞ്ഞ് കൊഞ്ചിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി ഇതുപോലെയൊക്കെ സംസാരിക്കാറായോ? അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പാണോ അവന് കിട്ടിയിരുന്നത്? എന്തുകൊണ്ട് ഞാൻ അവൻ്റെ ഫോൺ ചെക്ക് ചെയ്തിരുന്നില്ല? എന്തുകൊണ്ട് ഞാൻ അവന് ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഫോൺ കൊടുത്തു എന്നൊക്കെ ഓർത്ത് ഭയങ്കരമായ ഡിപ്രഷനിലൂടെ എല്ലാം കടന്നുപോയ ഒരു അവസരത്തിലാണ് ആ അമ്മ സംസാരിക്കാനിടയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ മൊബൈൽ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തത് കൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ അവരതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെയുണ്ട്, ഈ പറയുന്ന ബാഡ് വേർഡ്സ് എല്ലാം, മോശപ്പെട്ട വാക്കുകളെല്ലാം അയച്ച കുട്ടിക്ക് വലിയ ടാബൊക്കെ വാങ്ങിക്കൊടുത്ത വീട്ടുകാർ അവനെ സന്തോഷിപ്പിച്ചു. ടാബൊക്കെ വാങ്ങിക്കൊടുത്ത് അവനതിൽ ഗെയിം കളിക്കുന്നു, അവൻ ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടാക്കുന്നു, സ്റ്റോറീസ് ഇടുന്നു, ഫോട്ടോസ് ഇടുന്നു. അവൻ്റെ അക്കൗണ്ടുകളെല്ലാം അവൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അപ്പനോ അമ്മയോ പോലും ഈ അക്കൗണ്ടിൽ കയറി നോക്കാൻ ഇടവരരുത്. വേറെ ആരും അവൻ്റെ യൂസ് ചെയ്യാൻ പാടില്ല. 13, 14, 15 വയസ്സൊക്കെ ഉള്ളെന്ന് ഓർക്കണം. അപ്പം ആ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാർ ഇമാതിരി ചീത്ത വിളിക്കുന്നുണ്ട് എങ്കിൽ അവൻ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ അവന് എത്രത്തോളം അവൻ മാറും, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് അവന് കൊള്ളില്ലാത്ത രീതിയിലേക്കൊക്കെ അവന് മാറാൻ പാടില്ലേ? അപ്പം രക്ഷിതാക്കൾ മൊബൈൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടികൾ അത് എന്തൊക്കെ ചെയ്യുന്നു, എത്രത്തോളം സമയം അതിൽ അവൻ ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ ഇപ്പം എന്നോട് പറഞ്ഞ് അമ്മ പറഞ്ഞ് അവൻ വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ രാത്രി 11-നും 11:30-ക്കും 12-നും ഒക്കെ അവൻ അതിൽ പച്ചലൈറ്റും കത്തിച്ച്, നമ്മുടെയൊക്കെ 90s-ൻ്റെ 80s-ൻ്റെ ഒക്കെ വാക്കുകൾ പറയുവാണെങ്കിൽ പച്ചലൈറ്റും കത്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ളവരത് ശ്രദ്ധിക്കുന്നില്ല. കുട്ടി കൊച്ചുകുട്ടിയാണ്, അവൻ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കട്ടെ. നമ്മൾ കൊണ്ട് കൊത്തങ്കല്ലും അതും ഇതും ഒളിച്ചു കളിയും സാറ്റ് കളിയും ഒക്കെ കളിച്ചതുപോലെ മറ്റേ കുട്ടികളും മൊബൈലിലിരുന്ന് ഗെയിം കളിക്കുന്നു. ഇത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആദ്യകാലത്ത് യൂസ് ചെയ്ത ആ കീപാഡ് ഫോണിനകത്തെ പാമ്പ് മറ്റേ ബോൾ വിഴുങ്ങണ കളിയല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ മൊബൈലിലുള്ള കളി എന്ന് ഓർക്കുക. ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടുകളിൽ പെൺപിള്ളേരുടെയൊക്കെ ID എടുത്തിട്ട്, പണ്ടൊക്കെ ഫോൺ ഇറങ്ങിയ കാലത്തൊക്കെ ഇതുപോലെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഫേക്ക് ID ഉണ്ടാക്കി ചാറ്റ് ചെയ്തൊരു കാലഘട്ടമുണ്ട് 90s-നും 80s-നും ഒക്കെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ പിള്ളേർ ഇപ്പോഴും വളർന്നിട്ടില്ല എന്ന് ആ അക്കൗണ്ടൊക്കെ കണ്ടപ്പോഴും എനിക്ക് തോന്നിപ്പോയി. കാരണം പിള്ളേരെ കൂട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ പോലും പെൺപിള്ളേരുടെ പേരിലൊക്കെ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് ചുമ്മാ ചാറ്റ് ചെയ്യുകയാണ്. അല്ലേ എനിക്ക് 2 ലവറുണ്ട്, നിനക്ക് എത്ര ലവറുണ്ട്? എനിക്കപ്പം വേറെ അടുത്തവൻ പറയും എനിക്ക് 4 ലവറുണ്ട് തന്നെ. കാരണം കൂട്ടുകാരൻ്റെ അടുത്ത് വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ്. ആൻസൂട്ടൻ ഇത് കേട്ടിട്ട് ചിരി വരുവാണ് ഇരുന്നിട്ട്. അപ്പം ആൻസൂട്ടൻ അടക്കമുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈ ലവറ് സെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഫേക്ക് അക്കൗണ്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് 4 ബാഡ് വേർഡ് പറഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഞാൻ വലിയ ആളായി, ഞാൻ വലിയവനായി എന്ന് ചിന്തിക്കുന്നതോ ഒന്നുമല്ല ലോകം എന്ന് പറയുന്നത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ജോലി കിട്ടേണ്ട സമയത്ത് ജോലി അന്വേഷിച്ച് നടക്കുക. ഒരു ഡിഗ്രി ലെവലിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ടെൻഷനാകും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. എങ്ങനെയെങ്കിലും ജോലി നേടണം, 10 പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് എത്തണം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം, അവിടെ പോയി എങ്ങനെയെങ്കിലും ഒന്ന് IELTS ഒക്കെ എഴുതി പുറത്തേക്ക് പോകണം, അവിടെ പോയി എന്തെങ്കിലും ജോലി കിട്ടണം എന്നുള്ള ചിന്തയിലേക്ക് പോകും. ഇപ്പം എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പിന് അടിസ്ഥാനമാണ്. ടീനേജ് പ്രായം അല്ലെങ്കിൽ കൗമാര പ്രായം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നതാണ് വലുത്. ടീച്ചർ മാതാപിതാക്കളൊക്കെ പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല. എൻ്റെ ഫ്രണ്ട്സിന് 2 കളിപ്പാട്ടം ഉണ്ടെങ്കിൽ എനിക്ക് 4 കളിപ്പാട്ടമെങ്കിലും കാണിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ പ്രായത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. നാളെ പ്രത്യേകിച്ച് ആൻസിൻ്റെ ബർത്ത്ഡേ ആണ്. ആൻസ് ഒരു 14കാരനിലേക്ക് കടക്കുവാണ്. അപ്പം ആൻസിനോടും കൂടി പറഞ്ഞു തരുന്നതാണിത്. എൻ്റെ ഫ്രണ്ട്സിന് 2 കളിപ്പാട്ടം ഉണ്ടെങ്കിൽ എനിക്കതിൽ 4 കളിപ്പാട്ടമെങ്കിലും കാണിച്ച് എനിക്ക് അവൻ്റെ മുന്നിലൊന്ന് ആളായി നിൽക്കണം. ആ ഒരു ചിന്താഗതി വേണ്ട. കാരണം ഇപ്പോഴുള്ള ചിന്താഗതി 1 മാത്രം മതി, പഠിക്കണം.
പഠിച്ചാൽ മാത്രമേ എനിക്ക് SSLCക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. SSLCക്ക് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ +1 +2ലേക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ +1 അഡ്മിഷൻ കിട്ടി +2 എങ്കിലും പാസ്സായി കിട്ടിയെങ്കിൽ മാത്രമേ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ കാശൊക്കെ എറിഞ്ഞ് കുറേ അധികം ലക്ഷങ്ങളൊക്കെ മുടക്കി ഡൊണേഷനൊക്കെ കൊടുത്ത് എവിടെയെങ്കിലും കയറാം. എവിടെയെങ്കിലും കയറി പറ്റിയിട്ട് കാര്യമുണ്ടോ? ബേസിക് ഇല്ലാതെ പോയിട്ട് പ്രൊഫഷണൽ കോഴ്സും എടുത്തിട്ട് അത് പഠിക്കാനായിട്ടുള്ള അറിവ് ഇല്ലെങ്കിൽ അതിൽ പാസ്സാകുമോടാ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം അങ്ങനെ പോവുക. അപ്പം ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞു വന്നിട്ടുണ്ട് ആ അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇനി അവരുടെ മകന് മൊബൈൽ കൊടുക്കാതിരിക്കുക. അഥവാ ഒറ്റയടിക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല. 1 മണിക്കൂറോ 2 മണിക്കൂറോ അവരുടെ അടുത്തിരുന്നിട്ട് എന്തായാലും വീഡിയോ കാണുമോ അല്ലെങ്കിൽ എന്തായാലും അതായത് ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ എടുത്താലേ അപ്പോൾ അവൻ അതിലൊരു ഫോട്ടോയോ നല്ല എന്തെങ്കിലും ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്തോട്ടെ. പക്ഷെ അതിനുശേഷം പബ്ലിക്കായിട്ട് തന്നെ ഫോൺ വയ്ക്കുക. ഫോണിന് ലോക്കോ വേറെ കാര്യങ്ങളോ പാറ്റേണോ ഒന്നും ഇടാതിരിക്കുക. പിന്നെ അതുപോലെ മോശപ്പെട്ട കൂട്ടുകാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉപേക്ഷിച്ചേക്കുക. അപ്പം എനിക്ക് മനസ്സിലായി CBSEയിൽ പോയാലും സ്റ്റേറ്റിൽ പോയാലും അവനവൻ ചിന്തിച്ചാൽ അവനവനെ മോശക്കാരനാകാം. CBSE പോയാൽ മംഗ്ലീഷിൽ തെറി വിളിക്കാം, സ്റ്റേറ്റിൽ പോയാൽ മലയാളത്തിൽ തെറി വിളിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടാൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ മാറാതെ നമ്മുടെ പേഴ്സണാലിറ്റിയോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ മോശപ്പെട്ട ക്യാരക്ടറിലൊക്കെയാണ് ഞാൻ ചീത്ത വിളിച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് മുമ്പിൽ ആളാകാം, അല്ലെങ്കിൽ ഞാൻ വലിയവനായിട്ട് കാണിക്കാം. ആ ഒരു ചിന്താഗതി പാടെ തെറ്റാണ്. അങ്ങനെ ചിന്തിച്ചാണ് നമ്മൾ മോശത്തിലേക്ക് മോശം കാര്യങ്ങളിലേക്ക് പോയി ഇതായി മാറുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, കുറച്ചുകൂടി വളരുമ്പോൾ ചിന്തിക്കുക എൻ്റെ കൂട്ടുകാരൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അപ്പം ഞാൻ വലിക്കാതിരുന്നാൽ മോശമല്ലേ? ഞാൻ 2 വലിച്ച് അവൻ മൂക്കിക്കട മാത്രം പുക വിടുമ്പോൾ എനിക്ക് വായിക്കടം ചെവിക്കടം മൂക്കിക്കടം ഇങ്ങനെ പുക വിടണം എന്ന് പറഞ്ഞ് വലി അങ്ങ് തുടങ്ങും. അതൊരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ അതിനങ്ങ് അഡിക്റ്റായിട്ട് മാറും. അവൻ്റെ മുമ്പിൽ ആളാകാൻ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ സ്വയം അവിടെ ഇല്ലാതായി പോകുന്ന ഈ കൂട്ടുകാരൻ ചിലപ്പം 1 2 വലിച്ചിട്ട് അവൻ നിർത്തിപ്പോയേക്കാം. പക്ഷെ അവൻ്റെ മുമ്പിൽ വീമ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെക്കുന്നവൻ ജീവിതമേ തീർത്ത് മണ്ണടിഞ്ഞ് പോകുന്നൊരു കാഴ്ചയും കാണാൻ കഴിയും. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കുട്ടികൾ മൊബൈൽ എത്രമാത്രം യൂസ് ചെയ്യുന്നു, മൊബൈൽ എത്ര സമയത്തേക്ക് യൂസ് ചെയ്യുന്നു, മൊബൈലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ കാണിച്ചു കൂട്ടുന്നത്, ഇതെല്ലാം ചെക്ക് ചെയ്യണം. ഇതൊന്നും ചെക്ക് ചെയ്യാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോൺ കൊടുക്കാതിരിക്കുക. അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുള്ളതാണെന്ന് ചെക്ക് ചെയ്യുക. കുട്ടികൾ അധികം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇറക്കി വിടാം, ഈ മൊബൈലിലെ കാര്യങ്ങളോ ഒന്നുമില്ല. വീടിനടുത്തുള്ള കുറേ കുട്ടികളുടെ കൂടെ കളിച്ച് തിമിർത്തൊക്കെ നടക്കാം. പക്ഷേ ആ ഒരു ചിന്താഗതി ഒന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ആയിരിക്കില്ല. അപ്പോൾ പരമാവധി അവരെ കൂടുതലായിട്ടും അങ്ങ് പശുവിനെ പറമ്പിലേക്ക് കയറൂരി അഴിച്ചു വിട്ടേക്കും പോലെ അങ്ങ് അഴിച്ചു വിടാതിരിക്കുക. അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കണം. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊന്ന് ചിന്തിച്ചേക്കുക, നിങ്ങളെക്കാൾ അതിന് അപ്പുറമായിട്ട്. കാരണം ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലത്ത് പോലും പല തരികിടയും കാണിച്ച് നടന്ന ആ 90s 80s കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ അപ്പനും അമ്മയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്ത് കൂടുതലൊന്നും ചിലവാകില്ല, വേലത്തരങ്ങളൊന്നും ഇറക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോഴത്തെ കുട്ടികൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ അങ്ങ് മാനത്ത് കണ്ടിരിക്കുക എന്നുള്ള കാര്യം. പക്ഷേ ഈ മൊബൈലിൻ്റെ യൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വേനൽ അവധിക്കാലത്ത് ഈ 2 മാസമാണ്. അപ്പോഴാണ് അവർ വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നു, അവരെന്തെങ്കിലും അബദ്ധത്തിലേക്ക് പോയി ചാടുന്നുണ്ടോ നോക്കണം. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുള്ളവരുമായിട്ടാണെന്ന് നോക്കണം. തന്നേക്കാൾ ഒത്തിരി മൂത്ത കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 6ലോ 7ലോ 8ലോ പഠിക്കുന്ന കുട്ടികൾ, ഒരു +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാനും അതിനും ഇതിനൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇവർ ഈ മുതിർന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ അനുഭവ സമ്പന്നരാണ്, അവർക്ക് കുറേ കാര്യങ്ങൾ കൂടി അറിയാം. അവരുടെ മുമ്പിൽ ആളാവാൻ കൂടി ഈ കുഞ്ഞു പിള്ളേർ നോക്കും. അങ്ങനെ നോക്കി അബദ്ധത്തിൽ വീഴും. അല്ലെങ്കിൽ ഇവർ പോയി എന്തെങ്കിലും അബദ്ധത്തിൽ വീണാൽ എൻ്റെ കൂടെ ഇവൻ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയും. ചീത്തപ്പേര് തലയിൽ വീണോ അതങ്ങ് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും അവൻ അന്ന് ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു. അത് ഒരിക്കലും മാറത്തില്ല. നമ്മളൊരു നല്ല കാര്യം ചെയ്തോ അത് 1-2 ദിവസമൊക്കെ ആരെങ്കിലും പറഞ്ഞെന്നിരിക്കും. മരണം വരെയൊന്നും ആരും നമ്മുടെ നല്ല കാര്യം പറയാൻ പോകുന്നില്ല. ചീത്തപ്പേര് നമ്മൾ വാങ്ങി വെച്ചോ, അവൻ ചെറുപ്പത്തിൽ അവൻ ഇങ്ങനെയായിരുന്നു, അവൻ അങ്ങനെയൊക്കെ ചെയ്ത് നടന്നതാ,
അവൻ അവിടെ പോയി എടുക്കുമായിരുന്നു, ഇവിടെ പോയി എടുക്കുമായിരുന്നു, അത് എടുക്കുമായിരുന്നു, ഇങ്ങനെ പറയുമായിരുന്നു, അവൻ കുറേ തെറി പറഞ്ഞ് നടക്കുമായിരുന്നു. കുഞ്ഞുനാളിലെ അവൻ ചീത്തയും പറഞ്ഞ് നടക്കുന്നവന്. അപ്പോൾ പിന്നെ വളർന്നപ്പോൾ പറയാനുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മുടെ മരണം വരെ ഈ ഒരു ചീത്തപ്പേര് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പാറി നടക്കും. അതാരും ചെയ്താൽ 2 ദിവസത്തേക്കേ കാണുള്ളൂ, അതാരും പിന്നെ പറഞ്ഞു നടക്കാൻ പോവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക, വളർന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു കുട്ടിയായിട്ട് വളർന്നു കഴിഞ്ഞു, ചെറുപ്പത്തിൽ എന്തെങ്കിലും നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടാകും, വളർന്ന് അവനൊരു ആവറേജ് ഒരാളായിട്ട് യുവാവായിട്ട് നടക്കുക. അവൻ ചെറുപ്പത്തിൽ ഇത്രയും നല്ല കാര്യം ചെയ്തവനാന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ, പറഞ്ഞു നടക്കില്ല. ചീത്തക്കാരിയാണെങ്കിലോ അവൻ ചെറുപ്പത്തിൽ അവൻ അങ്ങനെ നുണയും പറഞ്ഞ് കള്ളവും പറഞ്ഞ് കൂട്ടുകാരെ ഉപദ്രവിച്ച് വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാതെ നടന്നവന് അവൻ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ നന്നായാൽ പോലും പറയും ഇപ്പം നന്നായിട്ടുണ്ട്, അവൻ ചെറുപ്പത്തിൽ അങ്ങനെ നടന്നതെന്ന് പറയും. അല്ലെങ്കിൽ നന്നായവനെ കുറിച്ച് പറയുമ്പോൾ പോലും പറയുന്നത് എന്തായിരിക്കും? അവൻ ഇപ്പോഴല്ലേ നന്നായി നടക്കുന്നത്, ചെറുപ്പത്തിൽ എങ്ങനെ നടന്ന ചെറുക്കനായിരുന്നു എന്ന് പറയും. ഈ ചീത്തപ്പേര് ഒരിക്കലും നമ്മുടെ തലയിൽ നിന്ന് മാറില്ല. എത്ര ഗുഡ് ബോയ് ആയിട്ട് നടന്നാൽ പോലും, അല്ലെങ്കിൽ ഗുഡ് ഗേൾ ആയിട്ട് നടന്നാൽ പോലും ആൾക്കാർ അതിൽ നിന്ന് പോലും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ആളാകാൻ വേണ്ടി നമ്മൾ വെറുതെ ചീത്തയാകണോ? വേണ്ടല്ലോ. ഫ്രണ്ട്സ് അവൻ ചീത്ത പറഞ്ഞോട്ടെ, അവൻ അല്ലെങ്കിൽ അവന് 2 ലൈൻ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവൻ അങ്ങനെ കൊമ്പത്താന്ന് പറഞ്ഞോട്ടെ, ഞാനിങ്ങനെയായി എനിക്ക് അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ നല്ലതായിട്ട് ചിന്തിച്ച് നടക്കുക. അതുകൊണ്ട് എനിക്ക് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട. എനിക്ക് എൻ്റെ കാര്യം നോക്കി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനറിയാം. ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളർന്നു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് ജോലിയൊക്കെ കിട്ടും, എൻ്റെ ജീവിതം നല്ല നിലയിലേക്ക് മാറും. അവനെങ്ങനെയോ നടന്നോട്ടെ, ഇങ്ങനെയും ചിന്തിക്കാം. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു മൊബൈലിന് അഡിക്റ്റ് ആകാതിരിക്കുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ് കുട്ടികളോടായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയുള്ളവരാണ്? നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരുപാട് കളിയാക്കുന്നവരായ ഫ്രണ്ട്സ് ഉണ്ടോ? അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനൊരു ഫ്രണ്ടേ അല്ല. നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടാൻ നോക്കുന്നവൻ, എപ്പോഴും നിങ്ങളുടെ കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ തമാശയായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞ് ചിരിച്ച് നടക്കുന്നവൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഒരു ഫ്രണ്ടേ അല്ല. അവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ്. നല്ല ഒരു ഫ്രണ്ട് ഒരിക്കലും നമ്മളെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശക്കാരാക്കില്ല, നമ്മളോട് ബാഡ് വേർഡ് പറയത്തില്ല, നമ്മളെ താഴ്ത്തി കെട്ടാനായിട്ട് നോക്കില്ല. നല്ല കാര്യങ്ങളും മാത്രമേ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ. എടാ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പഠിച്ചാൽ നമുക്ക് അതുകൂടി പഠിച്ച് തീർന്നല്ലോ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൂട്ടാം, എപ്പോഴും കളിച്ച് നടക്കുക, അല്ലെങ്കിൽ എപ്പോഴും എന്തിനാണ് നീ മൊബൈൽ നോക്കുന്നത്, എപ്പോഴും എന്തിനാണ് ഗെയിം കളിക്കുന്നത്, ഇങ്ങനെ ചോദിക്കുന്നവരായിരിക്കും നല്ല ഫ്രണ്ട്സായിട്ട് നമ്മുടെ കൂടെ നടക്കുക. നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉയർന്ന അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം, നല്ലതായിട്ട് വരണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് മാത്രം മതി. അല്ലാതെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടും അവരെല്ലാം നമ്മളെ എപ്പോഴും ഇങ്ങനെ താഴ്ത്തി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കളിയാക്കി ചിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഒരു ഫ്രണ്ട് അല്ല. അതുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. പിന്നെ എന്തുണ്ടെങ്കിലും മാതാപിതാക്കളോട് വന്ന് പറയുക. കുട്ടികളെ എത്രയധികം വഴക്ക് പറഞ്ഞാലും, കുട്ടികളെ കളിയാക്കിയാലോ തമാശയ്ക്ക് കളിയാക്കിയാലോ, നിങ്ങളെ വഴക്ക് പറഞ്ഞാലോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വെച്ചാലോ, ഇതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാണ് മാതാപിതാക്കൾ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായാലും, ഫ്രണ്ട്സ് തള്ളി പറഞ്ഞാലും, നിങ്ങൾ എന്ത് കാര്യം ജീവിതത്തിൽ സംഭവിച്ചാലും അത് മാതാപിതാക്കളോട് വന്ന് പറയുക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്നെ കേൾക്കണം എന്ന് പറഞ്ഞ് തന്നെ കുട്ടികൾക്ക് മാതാപിതാക്കളെ സമീപിക്കാം. കാരണം അവരൊരിക്കലും നിങ്ങളുടെ മോശത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കത്തില്ല. നിങ്ങൾക്കൊരു മോശം അവസ്ഥ വരാൻ വേണ്ടി അവരൊരിക്കലും നിങ്ങളോട് പെരുമാറത്തില്ല. അതാണ് ഈ ആൻസുകുട്ടൻ അടക്കമുള്ള ഓരോ കുട്ടികളും ചെയ്യേണ്ടുന്ന കാര്യം. നിങ്ങൾ ഫ്രണ്ട്സിനോട് പോയി നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷേ ആൻസിനോട് ചോദിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോട്ടെടാ അങ്ങനെയാടാ, ഇങ്ങനെയൊക്കെ മൊത്തം സീനാടാ, വീട്ടിൽ അമ്മ സീനാടാ, അല്ലെങ്കിൽ അപ്പ സീനാടാ, മൊബൈലൊന്നും തരുന്നില്ലടാ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഫ്രണ്ട്, നീ ഒരു ഫ്രണ്ടിനോട് ചെന്ന് പറയുകയെന്ന് വെച്ചാൽ എടാ മൊബൈലൊന്നും തരുന്നില്ലടാ, അപ്പ സീനാടാ, അമ്മ സീനാടാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലടാന്ന് പറഞ്ഞാൽ അവൻ നിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? വീട്ടിൽ വന്നിട്ട് നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ച് നിനക്ക് തരുമോ? അല്ലെങ്കിൽ അവൻ്റെ ഫോൺ നിനക്ക് അങ്ങ് തന്നു വിട്ടേക്കുമോ? നിങ്ങളാ നീ എടുത്തോളാ, എനിക്ക് വേണ്ടറാന്നും പറഞ്ഞ് ഒരിക്കലും ഇല്ല. നിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരിക്കലും ആ ഒരു ഫ്രണ്ടിന് സാധിക്കില്ല. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആർക്ക് സാധിക്കും? മാതാപിതാക്കൾക്ക് സാധിക്കില്ലേ? പേരൻസിന് സാധിക്കും.
നിനക്ക് നല്ലത് വരണം എന്നും പറഞ്ഞ് മാത്രം നടക്കാൻ നിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമോ? എന്തെങ്കിലും ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ തീരാവുന്ന ബന്ധമല്ലേ അവിടെ ഉള്ളൂ. പക്ഷെ പേരൻസോ എന്നും നിന്റെ കൂടെ കാണില്ലേ? നിന്റെ ഒരു ഉയർച്ച കണ്ട ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിന്റെ സുഹൃത്തുക്കളായിരിക്കുമോ? ആയിരിക്കില്ലല്ലോ. ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് അവന് ജോലി കിട്ടി എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ അവന് ഇതൊക്കെ കിട്ടി എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ പേരൻസോ എനിക്കോ നടന്നില്ല എൻ്റെ കുട്ടിക്കോ അത് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും. അതായത് ഫ്രണ്ട് ചിന്തിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് ഈ ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സാണ് ശരിയെന്ന് ചിന്തിക്കാതെ മാതാപിതാക്കളാണ് ശരിയെന്ന് ചിന്തിക്കുക. മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മോശം അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ അധ്യാപകർ പറയും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, അടങ്ങി ഒതുങ്ങിയിരിക്കും, സംസാരിക്കല്ലേ എന്ന് പറയും. അത് അവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. അവർക്കതൊരു ശല്യമാണ് ക്ലാസ്സിൽ കുട്ടികൾ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, കുട്ടികളെ ശ്രദ്ധിച്ചാലേ കുട്ടികൾക്കത് കേൾക്കാൻ പറ്റുള്ളൂ. കേട്ടോ, കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നാലാണ് അധ്യാപകൻ എന്ത് പറയുന്നു എന്ന് കുട്ടികൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടീച്ചേഴ്സിന് ഒരു ഈ വോയിസിൻ്റെ ബുദ്ധിമുട്ട് കൂടാതെ ക്ലാസ്സിലെ ശബ്ദ ബഹളങ്ങളുടെ ബുദ്ധിമുട്ട് ടീച്ചേഴ്സിനുണ്ടാകും. അതുകൂടാതെ കുട്ടികൾക്കത് ശ്രദ്ധിച്ചാലാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ക്ലാസ്സിൽ ഈ 1 മണിക്കൂർ അരമണിക്കൂർ മൊത്തം നിന്നിങ്ങനെ പറഞ്ഞു തരുവാണ്. അവരുടെ മെൻ്റൽ പ്രഷർ അവർക്ക് അതിനപ്പുറത്തേക്കാണ്. അപ്പോൾ അവിടെ കുട്ടികൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് സന്തോഷമാകുമോ, ഞാൻ ഇത്ര വായിട്ട് അലയ്ക്കുന്നത് എൻ്റെ കുട്ടി എൻ്റെ സ്റ്റുഡൻറ്റ് കേൾക്കുന്നുണ്ടല്ലോ, അപ്പം ഞാനിന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞതെല്ലാം എൻ്റെ കുട്ടി കേട്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്കതൊരു സന്തോഷം വരും. ആ സന്തോഷം എന്തായി മാറും? ആ കുട്ടിക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ആ അനുഗ്രഹം എവിടെ കാണും? നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കാണും. മനസ്സിലായോ? ടീച്ചറിനൊരു സന്തോഷം വരും. ഞാൻ പറയണത് എൻ്റെ സ്റ്റുഡൻറ്റ് മൊത്തം ഇരുന്ന് കേട്ടു, അവൻ പഠിച്ചു. അതൊരു അനുഗ്രഹമാണ്. അവർ പറയാതെ തന്നെ അവർക്കതൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എന്തായി മാറും? നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നല്ല മാർക്കായിട്ട് കാണും. ടീച്ചറിൻ്റെ സന്തോഷം അത് കുട്ടിയിലേക്ക് വരും. അപ്പോൾ മാതാപിതാക്കൾ, അധ്യാപകർ ഇവരൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മോശം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാനും നല്ലത് വരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർ അതിനകത്ത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കുട്ടി നല്ലതാണ്, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ അതല്ല, ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അവരുടെ പ്രായം ഇതാണേ, ഏതാ? കൗമാരം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. ഒരാളെങ്കിലും കേട്ടാൽ ഒരാളെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പം ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ 2 മാസം ലീവ് എടുത്ത് വീട്ടിലിരുന്നത്. ആൻസിനെ ഒന്ന് ശ്രദ്ധിക്കണം, ആൻസ് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അറിയണം. ചുമ്മാ കഴിച്ചിട്ട് ഞാൻ എൻ്റെ ജോലി നോക്കി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവനെ നോക്കേണ്ടെന്ന് പ്രായത്തിൽ അവനെ നോക്കണ്ടേ, ആ സമയത്തൊക്കെ നോക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആൻസിന് സ്കൂളൊക്കെ തുറക്കും. ആൻസിന് ഈ വർഷം മുതലുള്ള ട്യൂഷനൊക്കെ വിടുകയാണ്. അപ്പോൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ട്യൂഷൻ, അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് വന്നാൽ പിന്നെ കിടന്ന് വല്ലതും കഴിച്ച് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഹാൻസിന് ഫുൾ ടൈം ബിസിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പുതുപ്പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും 7 മണിക്ക് തന്നെ പുതുപ്പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ഇടാം. ബൈ.